ഒരു സ്വഹാബി വര്യൻ്റെ കൈകൾ ഉയർത്തിയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, സ്വർഗാവകാശികളുടെ കൈകൾ കാണണമെങ്കിൽ ഇതിലേക്ക് നോക്കുവിൻ, ഇത് സ്വർഗാവകാശികളുടെ കൈകളാണെന്ന്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരെക്കുറിച്ചാണ് ആ പറഞ്ഞതെന്നറിയോ? എന്താണ് അങ്ങനെ പറയാനുണ്ടായ കാരണം എന്നറിയോ? ഈ പരിശുദ്ധമായ റമളാനിൽ അറിവ് നേടുക എന്നുള്ളത്, അറിവ് കേൾക്കുക എന്നുള്ളത്, അത് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പുണ്യകരമായ കർമ്മമാണ്. ഇന്ന് നമുക്കതും കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കാം. ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പരിശുദ്ധമായ റമളാൻ ഷരീഫിൻ്റെ നോമ്പുതുറയിലേക്ക് ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുണ്ട്. ഒരു 50 പേരുടെയോ 20 പേരുടെയോ 30 പേരുടെയൊക്കെ നോമ്പുതുറ നൽകാൻ കഴിയുന്നവർ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കണം. വിശുദ്ധ റമളാനിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും പുണ്യകരമായ ഒരു കർമ്മവും കൂടെയാണ് അത് എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് കുറേ ആളുകൾ നൽകി, അവരൊക്കെ പല നിയ്യത്തുകളും കരുതി നമ്മൾ ഓരോ ദിവസവും രാത്രിയും രാവിലെയുള്ള മജ്‌ലിസുകളിലൊക്കെ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ദുആ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതേപോലെ നോമ്പുതുറയിലേക്കൊക്കെ സ്വതക്ക നൽകുന്ന, ഇന്ന് എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ഏറെ സന്തോഷം നൽകുന്ന ഒരു വിഷയം കൂടെയാണ്. അള്ളാഹുവിൻ്റെ ഉന്നതരായ സൃഷ്ടികളാണ്, വലിയ പവിത്രതയുള്ളവരാണ് മലക്കുകൾ. മലക്കുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് പ്രകാശം കൊണ്ടാണ്. നമ്മളിത് മദ്രസയിൽ നിന്ന് തന്നെ പഠിച്ചു മനസ്സിലാക്കിയതാണ്. ഒരിക്കലും ഒരു നിലക്കും അള്ളാഹുവിനോട് എതിര് പ്രവർത്തിക്കാത്തവരാണ്, ദോഷം ചെയ്യാത്തവരാണ് അള്ളാഹുവിൻ്റെ മുഖറബീങ്ങളായ മലക്കുകൾ എന്ന് പറയുന്നത്, ആ സൃഷ്ടികൾ. അതാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞത്, ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. എന്താണോ അവരോട് അള്ളാഹു കൽപ്പിക്കുന്നത് അതേ അവർ ചെയ്യൂ, അവർ ദോഷങ്ങളൊന്നും ചെയ്യൂല. അതുകൊണ്ട് തന്നെയാണ് മലക്കുകളുടെ ദുആ പ്രത്യേകമായിട്ട് സ്വീകരിക്കപ്പെടും എന്ന വിഷയത്തിൽ ഒരു സംശയവുമില്ല. മലക്കുകൾ എനിക്കോ നിങ്ങൾക്കോ വേണ്ടിയിട്ട് ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ദുആ സ്വീകരിക്കുന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് വേണ്ടി ഏതെങ്കിലും ഒരു മലക്ക് അല്ലെങ്കിൽ മലക്കുകൾ ദുആ ചെയ്തു, നിങ്ങളീ കേട്ടുകൊണ്ടിരിക്കുന്ന ഉമ്മമാർ, ഉപ്പമാർ, സഹോദരിമാർ, സഹോദരന്മാർ, നിങ്ങൾക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്തു, എന്നാൽ ആ ദുആ അള്ളാഹു സ്വീകരിക്കുന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മലക്കുകൾ എപ്പോഴൊക്കെയാണ് നമുക്ക് ദുആ ചെയ്യുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. മലക്കുകൾ ഏതെല്ലാം സന്ദർഭങ്ങളിൽ നമുക്ക് വേണ്ടി ദുആ ചെയ്യും? ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അതിലൊരു 8 സന്ദർഭങ്ങളൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭം നമ്മൾ പറയുകയാണ്. മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഒന്നാമത്തേത് എന്താണെന്ന് ചോദിച്ചാൽ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ വ മലക്കാനി യഖൂലു അഹദുഹുമാ അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ. ഹദീസിൻ്റെ ബാക്കി ഇനിയുണ്ട്, ഞാൻ ആവശ്യമുള്ള ഭാഗം മാത്രം വായിച്ചതാണ്. ഒന്നാമത്തെ സന്ദർഭം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ ദിവസവും 2 മലക്കുകൾ പ്രഭാതത്തിൽ പറയുന്നുണ്ട്, അവരിൽ ഒരാൾ അല്ലെങ്കിൽ 2 ആളുകൾ എന്ന് വേറെ റിവായത്തിലുണ്ട്. അപ്പോൾ എല്ലാ ദിവസത്തിലും പ്രഭാതത്തിൽ 2 മലക്കുകൾ പറയുന്നുണ്ട്, അതിലൊരാൾ പറയുന്നുണ്ട്, 2 മലക്കുകൾ പറയും, അതിലൊരാൾ പറയുന്നത് എന്താണ്? അള്ളാഹുവെ, കൊടുക്കുന്നവർക്ക്, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ, സ്വതക്ക ചെയ്യുന്നവർക്ക് നീ ധാരാളമായിട്ട് നൽകണേ, ഏറ്റിക്കൊടുക്കണേ എന്ന് മലക്കുകൾ ദുആ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഒരു ഉദാഹരണം നോക്കൂ. ഒന്നാമത്തെ സന്ദർഭം, മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഒന്നാമത്തേത് എപ്പോഴാണ്? നമ്മൾ ഒരാൾക്ക് 1 രൂപ കൊടുക്കുന്ന സമയത്ത് മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ടെന്നാണ്. എന്താ ദുആ ചെയ്യുന്നത്? ഓൻക്ക് ഏറ്റിക്കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട്. എന്താ മലക്കുകൾ ദുആ ചെയ്താലുള്ള നേട്ടം എന്താണ്? അത് സ്വീകരിക്കപ്പെടും എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല എന്നുള്ളത്. അപ്പോൾ വലിയ സ്വതക്കൊന്നും അതിന് കൊടുക്കണ്ട. നമുക്ക് അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കൊടുക്കുക. അത് കൊടുക്കാൻ ഏറ്റവും ബെറ്ററായിട്ടുള്ളൊരു സമയം ഏതാ? അത് പരിശുദ്ധമായ റമളാൻ മാസം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഹദീസിൽ ഈ ഒരു രൂപത്തിൽ നമുക്ക് കാണാം, അള്ളാഹുവേ, നീ ഈ ചെലവഴിച്ച ഈ കൊടുത്ത ആമിനയ്ക്ക്, ഈ കൊടുത്ത മുഹമ്മദിന് നീ ധാരാളം കൊടുക്കണമെന്ന് മലക്ക് ദുആ ചെയ്യുന്നു. മലക്കിൻ്റെ ദുആ അള്ളാഹു തട്ടിമാറ്റൂല്ല, സ്വീകരിക്കുകയും ചെയ്യുന്നുള്ളതാണ്. നമുക്ക് 70-700 ഇരട്ടി പ്രതിഫലമുള്ള പവിത്രമേറിയ പുണ്യദിനങ്ങൾ
സ്വഹാബാക്കളൊക്കെ എത്രയാ സ്വതക്ക ചെയ്തിരുന്നതെന്നറിയോ? സ്വതക്ക നിർവഹിക്കുന്ന, സ്വതക്ക ചെയ്യുന്ന വിഷയത്തിൽ, ഉള്ളത് കൊടുക്കുന്ന വിഷയത്തിൽ സ്വഹാബാക്കൾ വലിയ മുൻപന്തിയിലായിരുന്നു. അവർ നന്നായിട്ട് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ ഖൈബർ യുദ്ധത്തിൻ്റെ വേളയിൽ അവരുടെ വീട്ടിലുണ്ടായിരുന്ന എല്ലാം സ്വതക്ക കൊടുക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. ഒന്നും ഇല്ലാതിരുന്ന ഒരു സ്വഹാബി വര്യൻ പാതിരാത്രി മുഴുവനും ഒരു ജൂതൻ്റെ തോട്ടത്തിൽ ഈത്തപ്പന മരങ്ങൾ നനച്ച് അതിന് പ്രതിഫലമായിട്ട് 2 കൈകളിൽ കുറച്ച് ഈത്തപ്പഴം കെട്ടി കൈക്കുമ്പിളിൽ അതുമായിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വരികയാണ്. എല്ലാം അവർ മുത്തുനബി തങ്ങൾക്ക് കൊടുക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. ഇല്ലാത്തവരുണ്ടാക്കി കൊടുക്കുന്നു. അതാണ് ഈ സ്വഹാബി വര്യൻ അവരുടെ കയ്യിലില്ല. അപ്പോൾ രാത്രി ഉറക്കമൊഴിച്ചിട്ട്, പാതിരാത്രി മുഴുവൻ ഉറക്കമൊഴിച്ചിട്ട് ഒരു ജൂതൻ്റെ തോട്ടത്തിൽ പണിയെടുത്ത് അതിൽ നിന്നും കിട്ടിയ ഈത്തപ്പഴം എടുത്ത് അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നു. ആ സ്വഹാബിയുടെ കൈ ഉയർത്തിക്കൊണ്ടാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, സ്വർഗാവകാശിയുടെ കൈ കാണണമെങ്കിൽ ഇവിടെ നോക്കിക്കോളൂ എന്നുള്ളത്. കൊടുക്കും തോറും മാത്രമേ സമ്പത്ത് വർദ്ധിക്കുകയുള്ളൂ. സമ്പത്തിനെ പരിശുദ്ധിപ്പെടുത്താൻ നാം ഒക്കെ തയ്യാറാകണം. അതിനുവേണ്ടിയാണ് സ്വതക്കയും സക്കാത്തൊക്കെ ഉള്ളത്. ഇസ്ലാമിൽ ഒരു കർമ്മമായിട്ട് വെച്ചിട്ടുള്ളത് തന്നെ. ആരാണ് സമ്പത്ത് കൊടുക്കാതെ അത് പിടിച്ചു വെക്കുന്നത്, അവരുടെ സമ്പത്ത് നശിച്ചു പോകട്ടെ എന്ന് മറ്റൊരു മലക്ക് ദുആ ചെയ്യുന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, എല്ലാ പ്രഭാതത്തിലും 2 മലക്കുകൾ ഇറങ്ങി വന്ന് ഒരാൾ പറയും, കൊടുക്കുന്നവർക്ക് നീ കൊടുക്കണേ, പിടിച്ചു വെക്കുന്നവർക്ക് അവരുടെ സമ്പത്ത് നശിപ്പിക്കണേ, അവരുടെ സമ്പത്ത് നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു മലക്കും ദുആ ചെയ്യും അത്രേ. അപ്പോൾ നമ്മൾ കുറേ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെ കയ്യിലൊരു 100 രൂപ ഉണ്ടെങ്കിൽ 5-10 കൊടുത്താൽ മതി. നമ്മുടെ കയ്യിലൊരു എത്ര ഉള്ളത് അതിൻ്റെ ഒരു അംശം കൊടുത്താൽ മതി. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇത് പരിശുദ്ധമായ റമളാൻ മാസമാണ്. റമളാനിൽ സാധുക്കൾക്ക് നമ്മെക്കൊണ്ട് സാധിക്കുന്ന പോലെ കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. ആ കൊടുക്കുന്നത് നല്ല മനസ്സോടു കൂടിയാണ് കൊടുക്കേണ്ടത്. നീയത്ത് നന്നാക്കണം. അവിടെ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, എല്ലാ നീയത്തുകളെ കൊണ്ടാണല്ലോ. ഓൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനും കൊടുക്കാം, ഓൻ ഗ്രൂപ്പിൽ 1000 കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും 1000 കൊടുക്കാം, ഞാൻ 500 കൊടുക്കണ്ടേ, ആ ചിന്തയല്ല വേണ്ടത്. നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നെടുത്ത് കൊടുക്കുക, ദീനിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുക. ആ കൊടുക്കുന്ന നല്ല മനസ്സോടുകൂടെ ആയിരിക്കണം. നോമ്പ് തുറയെല്ലാം നടക്കുന്ന സമയത്ത് എല്ലാ വർഷവും ഞാൻ കൊടുക്കലുണ്ട് അതുകൊണ്ട് ഞാൻ അന്നും കൊടുക്കുക, അങ്ങനത്തെ ചിന്ത ഒന്നും ഉണ്ടാവാൻ പാടില്ല. എനിക്ക് പ്രതിഫലം കിട്ടണം എന്ന് കരുതിയിട്ട് ഖാലിസ്വായ നല്ല നെയ്യത്തോടു കൂടിയിട്ടാണ് കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുക്കാൻ തയ്യാറായാൽ നമ്മുടെ സമ്പത്തിൽ ബറക്കത്തുണ്ടാകും, അത് വർദ്ധിക്കുന്നുള്ള. കൊടുത്തിട്ട് ഇന്ന് വരെ കുറഞ്ഞ ഒരാളില്ല, അതിൻ്റെ ഇരട്ടി കിട്ടിയിട്ടേ ഉള്ളൂ. അതങ്ങനെ തന്നെയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കും. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയട്ടെ, എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം, അതെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അങ്ങനെയാണെന്നുള്ളത് മഹാന്മാരൊക്കെ പറയുന്നുണ്ട്. ഒരു സ്വതക്കയും സമ്പത്തിനെ കുറയ്ക്കില്ല എന്നുള്ളത് എല്ലാവരും പറയുന്നതാണ്. ഇനി ഇത് അനുഭവിച്ചറിഞ്ഞ ഒരാളും കൂടെയാണ് ഈ വിനീതൻ. നമ്മൾ പലപ്പോഴും പല സന്ദർഭങ്ങളിലും പലപ്പോഴൊക്കെ നമുക്കത് കൃത്യമായിട്ട് അനുഭവിക്കേണ്ടി വന്നു. നമ്മൾ ചിലപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് 5000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി അങ്ങനെ തന്നെ ഏതെങ്കിലും ഒരു വഴിയിലൂടെ നമുക്ക് കിട്ടിയ അനുഭവമേ ഉള്ളൂ, ഇതുവരെ കുറഞ്ഞിട്ടില്ല. അത് അള്ളാഹു ആ ഒരു സാമ്പത്തിക ക്രമത്തിൽ വെച്ചൊരു ആത്മീയമായിട്ടുള്ള ഒരു സിറാണത്. അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ നന്നായിട്ട് കൊടുത്താൽ വർദ്ധിക്കുക തന്നെ ചെയ്യും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ നോമ്പ് തുറ പറഞ്ഞപ്പോൾ കുറേ ആളുകൾ നോമ്പ് തുറയിലേക്ക് സ്വതക്ക നൽകി, പല നിയ്യത്തുകളും കരുതിയിട്ട്. അവർക്കൊക്കെ അള്ളാഹു അതിൻ്റെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളോടതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇത് റമളാനാണ്, നല്ലൊരു സന്ദർഭമാണ്, ഉപയോഗപ്പെടുത്താം. ഇൻഷാ അല്ലാഹ് ഒരു 50 പേരുടെ നോമ്പ് തുറ നൽകാൻ കഴിയുന്നവർ നൽകാവുന്നതാണ്. നമ്മളെല്ലാ ദിവസവും പ്രധാനപ്പെട്ട രാത്രികളിലും രാവുകളിലൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഒരു 30 പേരുടെ 20 പേരുടെയൊക്കെ നോമ്പ് തുറയിലേക്ക് ഇനിയൊരു റമളാൻ നമുക്കുണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് അവസാന റമളാനാണെങ്കിൽ ഇതുകൊണ്ട് മാത്രം നമുക്ക് വിജയിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമുക്കിത് മാറ്റിയെടുക്കാം. കഴിഞ്ഞ വർഷവും അതിൻ്റെ മുമ്പത്തെ വർഷമൊക്കെ റമളാനിൽ നോമ്പ് തുറയിലേക്ക് സദഖ നൽകിയ എത്രയോ ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും വലിയ ബറക്കത്ത് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ കഴിയുന്ന ആളുകളൊക്കെ നമ്മുടെ നോമ്പ് തുറയിലേക്ക് സദഖ നൽകുക ഇൻഷാ അല്ലാഹ്. നമ്മളെല്ലാ ദിവസവും അവർക്ക് വേണ്ടിയിട്ട് റമളാനിലെ ഓരോ രാത്രിയിലും പകലിലും നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്.
അള്ളാഹു കബൂലാക്കും എന്നുള്ളത് ഉറപ്പാണ്. വിശുദ്ധ റമളാനാണ്. പ്രത്യേകിച്ച് മലക്കുകളുടെ ഒരു ദുആ അവിടെ കിട്ടുന്നുണ്ട്. കൊടുക്കുന്നവർക്ക് നീ ഏറ്റി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു സ്വീകരിക്കട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.